നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ബ്രസീലിയൻ താരം ജാവോ പെഡ്രോയെ ബാഴ്സലോണ ലക്ഷ്യമിടുന്നു. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ വളരെ ഇൻറ്റൻസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ പുറത്തുവിടുന്നുണ്ട്. ഒപ്പം കാറ്റലൻ മാധ്യമം മുണ്ടോ ഡിപ്പോർട്ടിവോയും ഇത് ശരിവെക്കുന്നുണ്ട്. സംഗതി മറ്റൊന്നുമല്ല, റോബർട്ട് ലെവൻഡോസ്കിക്ക് ഒരു പകരം സ്ട്രൈക്കർ വേണം. ഹുലിൻ ആൽവാരസിനെയാണ് അവർ ടാർഗറ്റാക്കി വെച്ചിരുന്നത്. പക്ഷേ ഹുലിൻ ആൽവാരസിനെ എത്തിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അദ്ദേഹത്തിനായിട്ട് PSG രംഗത്തുണ്ട്. ബാഴ്സ കൊടുക്കുന്ന തുകയേക്കാൾ എന്തായാലും കൂടുതൽ PSG കൊടുക്കാൻ തയ്യാറായേക്കും. പക്ഷേ താരത്തിന് ബാഴ്സയോടാണ് കൂടുതൽ താല്പര്യം. എന്നാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് അദ്ദേഹത്തെ കൈവിടണമെങ്കിൽ വലിയ തുക ആവശ്യപ്പെടും. 100 മില്യണിന് മേലെ ഒരു തുക ആവശ്യപ്പെടും. അത് PSG വളരെ എളുപ്പത്തിൽ എടുത്തു കൊടുക്കുകയും ചെയ്യും. ബാഴ്സയ്ക്കൊപ്പം കോമ്പീറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ പ്രയോറിറ്റി ടാർഗറ്റായിട്ട് ജാവോ പെഡ്രോയെ കാണുന്നു എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ, അതായത് മുണ്ടോ ഡിപ്പോർട്ടിവോ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രസീൽ മാധ്യമം ഗ്ലോബോയും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, ചെൽസിയിലേക്ക് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് ജാവോ പെഡ്രോ എത്തുന്നത്. അതിനുശേഷം അദ്ദേഹം മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ട്, നിരവധി ഗോളുകളും നേടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വീണ്ടും ജാവോ പെഡ്രോ ക്ലബ്ബ് മാറാനുള്ള സാധ്യതയുണ്ട്. താരത്തിനായിട്ട് ഡെക്കോയാണ് ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഡെക്കോയുടെ ട്രാൻസ്ഫർ ലിസ്റ്റിലെ മെയിൻ ടാർഗറ്റായിട്ട് ജാവോ പെഡ്രോയാണുള്ളത് എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട്. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ബാഴ്സയ്ക്ക് ഏതായാലും ഒരു സ്ട്രൈക്കറെ വേണം. അത് ഹുലിൻ ആൽവാരസ് അല്ലെങ്കിൽ ബ്രസീലിൽ നിന്ന് ജാവോ പെഡ്രോ ആകുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.